Hi friends, welcome back to Abeena's World. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് അത് പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കുറേശ്ശെ ചേർത്തെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ നമ്മൾ മാംഗോ കേക്കാണല്ലോ റെഡിയാക്കുന്നത്. അപ്പം അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാംഗോയുടെ മിക്സും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും അവസാനം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 9 ഇഞ്ചിൻ്റെ സ്ക്വയർ ടൈപ്പ് ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓവനിൽ 180 ഡിഗ്രിയിൽ 1 മണിക്കൂർ ടൈം എടുത്തിട്ടാണ് കേക്ക് ബേക്കായി കിട്ടിയത്. ഇനി കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഇവിടെ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് ഐസിങ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചെടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്യുന്നുണ്ട്. വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം തേച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ക്രീമിൻ്റെ മേലെ ഫില്ലിങ്സിൽ ഞാൻ കുറച്ച് മാംഗോൻ്റെ ക്രഷും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കടയിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഇതിൽ ഞാൻ കുറച്ച് ഫില്ലിങ്സിൽ ചോക്ലേറ്റ്സും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാംഗോ ഫ്ലേവറിലുള്ള ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ബാക്കിയുള്ള 2 ലെയറും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് ലെയറും വെച്ചെടുത്തിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ടുള്ള കേക്ക് ഇനി ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിനി ബാക്കി വന്നിട്ടുള്ള ക്രീമിൽ കുറച്ച് മാംഗോയുടെ മിക്സും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ക്രീം വെച്ചിട്ട് കേക്കൊന്ന് ഫൈനൽ ഫ്രോസ്റ്റിങ്ങും കൂടി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കേക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയും മുകളിലൊക്കെ ആയിട്ട് ചെറിയൊരു ബോർഡർ കൊടുക്കാം.
അപ്പോൾ കേക്കിൻ്റെ മുകളിലും താഴെയൊക്കെ ഇതേപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫില്ലിങ്സിലിട്ട ഒരു മാംഗോൻ്റെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ മേലെ മുഴുവനും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ മുഴുവനായിട്ടും ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ചോക്ലേറ്റ് ഇതേപോലെ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടി കേക്കിൻ്റെ മേലെയും താഴേയൊക്കെ ആയിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചെറീസും കൂടി അതിൻ്റെ കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.